ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി ഡാറ്റ എങ്ങനെയാണ് പെൻഡ്രൈവിലേക്ക് ബാക്കപ്പ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ടാലി ഡാറ്റ എങ്ങനെയാണ് ബാക്കപ്പ് എടുക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പെൻഡ്രൈവിലേക്ക് എങ്ങനെയാണ് ബാക്കപ്പ് എടുക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. GST, അതേപോലെ തന്നെ ടാലി പ്രൈം ഫുൾ കോഴ്സ്, അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ടിപ്സ്, ഇതെല്ലാം എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾക്ക് ബാക്കപ്പ് എങ്ങനെയാണ് പെൻഡ്രൈവിലേക്ക് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളെ പെൻഡ്രൈവ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ PC ആണ് നമ്മൾ എടുക്കേണ്ടത്, അതായത് നമ്മുടെ മൈ കമ്പ്യൂട്ടറാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് നമ്മൾക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ എടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾക്ക് PC നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ PC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ഫോൾഡറായിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ PC എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും. ഇവിടെ നമ്മൾക്ക് C ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ പെൻഡ്രൈവിൻ്റെ ഫോൾഡർ പറയുന്നത് ഇവിടെ F ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാനൊരു ഫോൾഡർ കൊടുക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ടാലി ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കി വെച്ചു. ഈ ഒരു ഫോൾഡറിലേക്കാണ് ഞാൻ ബാക്കപ്പ് എടുക്കുന്നത്. ഇനി നമ്മൾക്ക് ടാലിയിലേക്ക് വരാം. നമുക്ക് ഇനി ടാലി നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾക്ക് മുകളിൽ നമ്മൾക്ക് ഡാറ്റ Alt Y അടിച്ചാൽ മതി. ഇവിടെ നമ്മൾക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കപ്പ് എന്നിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ബാക്കപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാറ്റ പാത്ത് നെയിം, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫോൾഡറുകളും ഇവിടെ നമ്മൾക്ക് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത്, നമ്മൾ എവിടേക്കാണ് ബാക്കപ്പ് എടുക്കേണ്ടത് ആ പാത്താണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ബാക്ക് സ്പേസ് അടിച്ചു. നമ്മൾ എന്തിലേക്കായിരുന്നു, നമ്മുടെ F ഡ്രൈവിലേക്കായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് F അടിച്ചു. ഇവിടെ നമുക്ക് 2 കുത്ത്. ഇനി /ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇനി എന്തായിരുന്നു നമ്മുടെ ഫോൾഡറിൻ്റെ പേര്, ടാലി ബാക്കപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ടാലി ബാക്കപ്പ് എന്നടിക്കാം. നമുക്ക് ടാലി ബാക്കപ്പ്, ഇതിലേക്കാണ് നമ്മൾ ബാക്കപ്പ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫോൾഡർ അവിടെ നമുക്ക് പാത്ത്, ആ ഡെസ്റ്റിനേഷൻ പാത്ത് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾക്ക് ഏത് കമ്പനിയുടെയാണ് നമ്മൾ ബാക്കപ്പ് എടുക്കുന്നത്, ആ കമ്പനിയാണ് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ ABC 730 എന്ന കമ്പനിയുടെയാണ് ഞാൻ ബാക്കപ്പ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ABC 730 എൻ്റർ അടിച്ചു. ഇനി നമുക്ക് എത്ര കമ്പനികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്കപ്പ് എടുക്കാം. അടുത്തത് ഇപ്പോൾ ആകാശ് മറ്റൊരു കമ്പനിയുടെ ബാക്കപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആകാശ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് 2 കമ്പനിയുടെ ബാക്കപ്പ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടെ കാണിക്കുക. ഒന്ന് 51 ആണ്, മറ്റേത് എന്താണ് 18 ആണ്. ഈ നമ്പറിലൂടെയാണ് ഈ ബാക്കപ്പ് എടുക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു 2 കമ്പനിയിലാണ് ബാക്കപ്പ് എടുക്കുന്നത്. ഇനി നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾക്ക് എൻഡ് ഓഫ് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ 2 കമ്പനിയുടെ ബാക്കപ്പ് എടുത്ത് കഴിഞ്ഞു. നമ്മൾ എൻഡ് ഓഫ് ലിസ്റ്റ് അടിച്ചു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് നമ്മളത് ക്ലോസ് ചെയ്തു. ഇപ്പം നമ്മുടെ ടാലിയുടെ ബാക്കപ്പ് നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഈ ബാക്കപ്പ് നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഫോൾഡറിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾക്ക് PC സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ടാലി ബാക്കപ്പ് നമ്മുടെ F ഫോൾഡറിൽ, ഇവിടെ നമുക്ക് F ഡ്രൈവിലെ ടാലി ബാക്കപ്പ് കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 കമ്പനികളുടെ ബാക്കപ്പ്, അതായത് 001ഉം അതേപോലെ തന്നെ 51ഉം 18ഉം എന്ന 2 കമ്പനികളുടെ ബാക്കപ്പ് നമ്മൾക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് നമ്മൾ ബാക്കപ്പ് എടുക്കുക.
ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനി ഇനിയിപ്പോൾ നമുക്ക് ഈ കമ്പനികൾ എങ്ങാനും ഡെലിറ്റ് ആയി പോയി വിചാരിക്കുക, അപ്പോൾ നമ്മൾക്ക് റീസ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും പറ്റും. അപ്പോൾ നമുക്ക് ടാലിയിലേക്ക് വരാം. റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് ഡാറ്റയുടെ അവിടെ ക്ലിക്ക് ചെയ്തു. ബാക്കപ്പിൻ്റെ അടിയിൽ നമ്മൾക്ക് റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ട് കാണും. ഇവിടെ നമ്മൾ റീസ്റ്റോർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും റീസ്റ്റോർ ഡെസ്റ്റിനേഷൻ പാത്ത് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചു. എന്നിട്ട് നമുക്ക് നമ്മൾ ബാക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന പാത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏത് ഡ്രൈവിലാണെങ്കിൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾക്ക് സെലക്ട് ഫ്രം ഡ്രൈവ് എടുത്തു. നമ്മൾ എഫിലായിരുന്നു നമ്മൾ ബാക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എഫ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എഫിൽ നമ്മൾ ടാലി ബാക്കപ്പിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ടാലി ബാക്കപ്പ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ആ ടാലി ബാക്കപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കപ്പ് എടുത്തിട്ടുള്ള കമ്പനി നമുക്ക് ഇവിടെ നമുക്ക് കാണും. നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.